ഈ നാടൻ മലയാളി. സത്യസന്ധമായ വാർത്തകൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. അയാൾ സാമ്പത്തിക അഴിമതി ഉന്നയിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച് പൊതുവേദിയിൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ നോക്കിയിരിക്കും. അയാൾ അതുപോലെ സമ്പത്തുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വാർഷിക പൊതുയോഗത്തിൽ കണക്കുകളെല്ലാം അവതരിപ്പിച്ചപ്പോൾ ആ കാശ് ഇതിനകത്ത് കാണുന്നില്ല. അവിടുത്തെ ഒരു വരുമാനം കാണുന്നില്ല. അന്ന് തന്നെ ഇയാൾ ശരിക്കും ഭയന്നാണ്, നിലവിളിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഭീഷണി വരുന്നുണ്ട്. കൊല്ലത്തുള്ളതാണെന്ന് പറഞ്ഞൊരു വക്കീൽ എന്നെ തിരക്കി വന്നിരുന്നു. അയാളെന്ന് പറഞ്ഞാൽ അധികാരമോഹിയാണ്. ഈ മാരാരിക്കുള സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും ഇയാളുടെ ഈ പെണ്ണ് കേസൊക്കെ അറിയാം. അല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ പറയുന്നത് എന്ത് ഇത് വെച്ചുകൊണ്ടാണ്? കാരണം അവർക്കറിയാം, അവരെയും പിടിച്ചിട്ടുണ്ട്. അറിയാം, അവരുടെ അക്കൗണ്ടിലൂടെ 50 ലക്ഷം രൂപ മാറിയിട്ടുണ്ട്. ഈ കെ മഹേശൻ്റെ അദ്ദേഹം ഇവിടെ ചേർത്തല വന്നതിന് ശേഷവും അതിനു മുമ്പുള്ളതും ആ സാമ്പത്തിക സ്രോതസ്സുകളിലൂടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ തന്നോട് മര്യാദക്കാണ് പറഞ്ഞത്. ഇനി മര്യാദക്ക് നിന്നില്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും തൻ്റെ തലയിൽ തന്നെ തന്നിച്ച് ഞാൻ പോവും കിട്ടാമെന്ന് പറഞ്ഞു. എൻ്റെ പേര് PG സുരേന്ദ്രൻ. എന്നെ എല്ലാവരും അറിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ 17 വർഷക്കാലം ചേർത്തല SNDP യൂണിയനിലെ എളിയ പ്രവർത്തകനായിട്ട്, അതിനു മുമ്പ് 24 വർഷക്കാലം ശാഖായോഗത്തിൻ്റെയും പള്ളിപ്പുറ 730 നമ്പർ ശാഖായോഗത്തിൻ്റെയും വടക്കങ്കര ശ്രീഭദ്രാസം ദേവീക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുള്ള ഒരാളാണ്. അന്നത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നെ അന്നത്തെ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് RK ദാസ് സാറ് മൈക്രോ ഫിനാൻസ് ചേർത്തലയിൽ തുടങ്ങാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ട് സുരേന്ദ്രൻ്റെ ഒരു സേവനം കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ ആ സെക്രട്ടറി പദം രാജിവെച്ച് അദ്ദേഹത്തോടൊപ്പം ചേർത്തലയിൽ ഈ മൈക്രോയുടെ എളിയ ഒരു ഓർഗനൈസറായിട്ട്, അന്ന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, അതിലൊരാളായിട്ട് ഏതാണ്ട് 2 വർഷക്കാലം അത് രൂപീകരിക്കുന്നതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട്, അതിവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം മുൻപത് ഇവിടെ തുടങ്ങണമെന്ന് ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ കൗൺസിൽ അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിരുത്സാഹം പോലെ ആയതുകൊണ്ടാണ് ചേർത്തല SNDP യൂണിയൻ വിഭജിച്ചുകൊണ്ട് കണിച്ചുകുളങ്കര SNDP യൂണിയൻ രൂപീകരിച്ച് അവിടെ ഇത് തുടങ്ങിയത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, വനിതകൾക്ക് ഒരുപാട് ഉന്നമനങ്ങൾ, കുടുംബങ്ങളുടെ പുരോഗതി, ഇതെല്ലാം മനസ്സിലാക്കി പിന്നീടാണ് ചേർത്തലയിൽ ഇത് തുടങ്ങണമെന്നുള്ള കാര്യങ്ങൾ വരികയും എന്നെപ്പോലെയുള്ള 4 പേരെ ഇവിടെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും 2 വർഷക്കാലം ഞാൻ പറഞ്ഞതിൽ പ്രതിമാസം 1000 രൂപ വണ്ടിക്കൂലിക്ക് പോലും തികയിലായിരുന്നു. പക്ഷേ ഈ തുടങ്ങാൻ പോകുന്ന പദ്ധതിയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെപ്പോലുള്ള എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം 2 ടേൺ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രൊഫസർ മോഹൻ കാര്യാട് സാറ് കൊല്ലം SN കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ അദ്ദേഹത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തോടൊപ്പവും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിന് ശേഷമാണ് വീണ്ടും അഡ്വക്കേറ്റ് RK ദാസ് സാറ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇവിടെ വരികയും, കാരണം മറ്റേ പ്രവർത്തനങ്ങളൊക്കെ അല്പം മന്ദീഭവിച്ചെന്ന് കണ്ടപ്പോഴാണ് അഡ്വക്കേറ്റ് RK ദാസ് സാറിന് വീണ്ടും ഈ ചുമതല ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കുകയും അദ്ദേഹം ഇതിൻ്റെ ചുമതലക്കാരനായിട്ട് വന്നതിന് ശേഷം കുറച്ച് നാൾ ഭംഗിയായ രീതിയിൽ ഇതെല്ലാം നടന്നുകൊണ്ട് പോയി. ഇതിനുശേഷം പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് ബഹുമാന്യനായ ഈ KK മഹേശൻ ഈ തുഷാർ വെള്ളാപ്പള്ളി സാറും ശ്രീ KK മഹേശൻ സാറും, തുഷാർ വെള്ളാപ്പള്ളി സാറ് ചെയർമാനും ഈ KK മഹേശൻ സാറ് കൺവീനറുമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയല്ല, ഇവർ 2 പേര് മാത്രമുള്ള ഒരു ഭരണസമിതി ഇവിടെ വരികയും എല്ലാ ഉത്തരവാദിത്വവും ശ്രീ KK മഹേശൻ സാറിൻ്റെ ചുമതലയിലായിരുന്നു. ഇതിനുശേഷം 6 മാസക്കാലം യാതൊരു പ്രവർത്തനവുമില്ലാതെ
ഇദ്ദേഹം ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന ആളാരും വേറെ ഒന്നുമില്ല. പക്ഷേ അതിനുശേഷമാണ് ആദ്യമായി ചേർത്തലയിൽ വനിതാ സംഗമം നടത്തി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് അതെല്ലാം നടത്തിയത്. ഞാൻ അതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം തന്നെ കണക്കുകൾ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അറിയാവും, ഞങ്ങളുടെ ചേർത്തലക്കാർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു കുറച്ച് വർഷങ്ങളങ്ങ് നീണ്ടുപോയതിന് ശേഷവും ഇദ്ദേഹം ഇവിടെ ഒരു പുതിയ ഭരണസമിതിയെ ഏൽപ്പിക്കാം എന്ന തലത്തിലോട്ടല്ല ഈ കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയ്ക്ക് ശ്രീകണ്ഠേശ്വരം, ഈ യൂണിയൻ്റെ ചേർത്തല SNDP യൂണിയൻ്റെ കീഴിലുള്ള ശ്രീകണ്ഠേശ്വരം 544 നമ്പർ ശാഖ, അവിടെയും അദ്ദേഹം അതിൻ്റെ ചുമതലക്കാരനായിട്ട് വരികയും അവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതി രാജി എഴുതി വാങ്ങിച്ചുകൊണ്ട് അവിടെ അതിൻ്റെ ചുമതല, കാരണം അതൊരു ചെറിയ സ്ഥാപനമല്ല, അവിടെ ആ സ്ഥാപനത്തെ പുള്ളി കണ്ണ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് എനിക്ക് എന്നെപ്പോലെയുള്ള ഒരു എളിയ പൊതുപ്രവർത്തനം തന്നെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ അതിനും അത്രയേറെ നിയമനങ്ങൾ വരാൻ പോകുന്നുള്ള അദ്ദേഹം അറിയാവുകൊണ്ട് തന്നെ ശ്രീ KK രാജപ്പൻ ചേട്ടൻ ആയിരുന്നു അതിൻ്റെ ശാഖയുടെ പ്രസിഡൻ്റായിരുന്ന. അദ്ദേഹത്തെ സ്വാധീനിച്ചാണോ ഭീഷണിപ്പെടുത്തിയാണോ എന്നറിയില്ല. ഏതായാലും ആ ഭരണസമിതി ഒന്നടങ്കം രാജി എഴുതി മേടിക്കുകയും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ KK മഹേശൻ വരികയും അദ്ദേഹത്തെ ആ ശാഖയുടെ കൂടെ ചുമതല വരികയും ചെയ്തു. അതും വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയ്ക്ക് അവിടെ ഒരുപാട് നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം സാമ്പത്തിക വാങ്ങിച്ചിട്ടുണ്ട്. ചേർത്തല SNDP യൂണിയൻ ആഫീസിൽ വെച്ച് മേടിച്ചിരിക്കുന്നത് എന്നെപ്പോലുള്ളവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. തുകയെക്കുറിച്ച് എനിക്കറിയില്ല. ഇതിന് ശേഷം ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഭാര്യ വീട്ടിലാണ്. സ്വന്തം കിടപ്പാടം പോലും ഇല്ലാതിരിക്കുന്നത്. കാരണം ഞാൻ പണ്ട് മുതലേ ഒരു പൊതുപ്രവർത്തനമായതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചവരാണ്. ഞാൻ നാരായണ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള എന്നെ അന്നത്തെ കഞ്ഞിക്കുഴി ധനലക്ഷ്മി ബാങ്കിൻ്റെ മാനേജർ, അദ്ദേഹം ചേർത്തല ധനലക്ഷ്മി ബാങ്കിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് എന്നെ കാണുന്നത്. അദ്ദേഹം കാറിൽ വരുമ്പോൾ ഞാൻ ആ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എന്നെയും കൂടെ കയറ്റിക്കൊണ്ട് അദ്ദേഹം വന്ന് എക്സ്റേ ജംഗ്ഷനിൽ, ചേർത്തല SNDP യൂണിയൻ്റെ അടുത്തുള്ള എക്സ്റേ ജംഗ്ഷനിൽ എന്നെ നിർത്തി അദ്ദേഹം കഞ്ഞിക്കുഴിക്ക് പോകും. അന്നേരം അവിടുത്തെ മാനേജരായിരുന്നു. ആ പോരുന്ന വഴിക്ക് അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു, സുരേന്ദ്രൻ ചേട്ടാ, പിന്നെ ചേർത്തല പക്കായാണ് തിരിച്ചടവിൽ, പക്ഷേ കണിച്ചുലുങ്കര SNDP യൂണിയൻ കുറേ നാളുകളായിട്ട് സാമ്പത്തികമായിട്ട് സ്വാശ്രയ സംഘങ്ങൾ വായ്പ എടുത്തിരിക്കുകയൊന്നും തിരിച്ചടവ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, സാറേ എന്തായി പറയുന്നത്, കൃത്യമായി എല്ലാ മാസവും തിരിച്ചടക്കണ്ടേ? അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളത് ജനറൽ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തണ്ടേന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറയണം, ഞങ്ങൾ ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് ഈ കാര്യം പറയാനായിട്ടങ്ങ് ചെല്ലണമെങ്കിൽ തന്നെയും KK മഹേശൻ്റെ അനുവാദം മേടിച്ചേക്കാതെ അവിടെ ചെല്ലാൻ മേലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തോളാം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഭീഷണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ സാറേ ഏതെങ്കിലും രീതിയിൽ ഒരു ഫോണിലൂടെയെങ്കിലും പറയണമെന്ന്. അന്നേരം പറഞ്ഞ്, എൻ്റെ പൊന്നു ചേട്ടാ, ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ധനലക്ഷ്മി ബാങ്കിന് ഇദ്ദേഹം ഒരു ലോണും തരികയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിലൊരു പിടിമുറുക്കി നിൽക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായി. എങ്കിലും അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ചേർത്തലയിൽ ഈ ശ്രീനാരായണ ദർശന മഹാസത്രം. പ്രിയമുള്ളവർ, ഈ കേരളത്തിലെ മുഴുവൻ യൂണിയനിൽ നിന്നും സാമ്പത്തികം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്തല താലൂക്കിലെ മുഴുവൻ ശാഖകളും, കണിച്ചുകുളങ്ങര SNDP യൂണിയനിലെ മുഴുവൻ ശാഖകളും, കണിച്ചുകുളങ്ങര ദേവസ്വം, പുത്തനമ്പലം ദേവസ്വം, അത് കണ്ടമംഗലം ദേവസ്വം, അങ്ങനെ എല്ലാ ഇത് ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും വീടുകളും സാമ്പത്തികം. അതോടൊപ്പം തന്നെ എല്ലാ വീടുകളിലും ഒരു ഹുണ്ടിക കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം ഇവിടെ കൊണ്ടേ സമർപ്പിക്കണമെന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അന്ന് വന്ന പണത്തിന് കൈയും കണക്കുമില്ല. ഏതാണ്ട് 10, 40, 50 പേരിരുന്നു കൊണ്ട് എണ്ണി പല പ്രാവശ്യങ്ങളായിട്ട് പല ദിവസങ്ങളായിട്ട് എണ്ണിയാണ് ഇതെല്ലാം ചാക്കി കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയതാണ്. അതിൻ്റെ കണക്കുകളൊക്കെ പിന്നെ വരുമോയെന്ന് ചോദിച്ചു. പിന്നീടൊന്നും ഈ കണക്കുകളെ സംബന്ധിച്ച് പ്രിൻ്റ് ചെയ്ത് വന്നതിനകത്തൊന്നും ഇല്ല. കോടികൾ മിച്ചം വരും എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് 3000 ചില്ലാൻ രൂപ മിച്ചമെന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലെയുള്ള ഈ ആഫീസിരുന്ന എളിയ പ്രവർത്തകനൊക്കെ ശംഖ് നീറിപ്പോയി. കാരണം ഈ പ്രസ്ഥാനത്തെ ഇതുപോലെ നശിപ്പിക്കാനാണല്ലോ പോകുന്നുള്ളത് ആണ് എന്നെ പോലുള്ള ഞങ്ങൾക്കാർക്കും മിണ്ടാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ ഒരു സാധാരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായ ജീവനക്കാരനല്ലേ. ഇപ്പോൾ നീ പൊക്കോന്ന് പറഞ്ഞാൽ അന്നേരം എന്നെപ്പോലുള്ളവരെ അങ്ങോട്ട് പോയേച്ചാൽ മതി, അല്ലാതെ വേറെ യാതൊരു കാര്യവും. പിന്നെ ആ കസേരയിരിക്കുന്ന ആൾ എന്തു പറയുന്നു, അത് ചെയ്തില്ല എങ്കിൽ അതും ഞങ്ങൾക്ക് തിരിഞ്ഞേ കുത്തുള്ളൂ എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും കേൾക്കും. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇവരുടെ മുറിയിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു, സുരേന്ദ്ര, പിന്നെ കുറച്ച് സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അത് കണിച്ചുകുളങ്ങര. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാനേജർ
ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ അതും അല്ലെങ്കിൽ എന്നോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട ഒരു ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഇവിടെ പെൻഡിങ് നിൽക്കുന്ന കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഗ്രൂപ്പുകളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു സാമ്പത്തിക അവിടുത്തെ ലോൺ തിരിച്ചടവ് കഴിയുമ്പോൾ ഇവിടെ കൊണ്ടൊന്ന് തിരിച്ചടച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഈ സാറല്ലേ ഭരിക്കുന്നത്, പിന്നെ സാറ് പറയുന്നത് ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ചതിക്കരുത്, കാരണം എന്നെപ്പോലുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ഇന്നുവരെ വഞ്ചിച്ചിട്ടില്ല. അത് എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നടന്നു പോകുമ്പോൾ സുരേന്ദ്രൻ ഞാൻ എവിടെ പോകണം അല്ലെങ്കിൽ സുരേന്ദ്രൻ എവിടെ പോകണം എന്നുള്ള എൻ്റെ നാട്ടുകാർ ചോദിക്കുന്നത്. ഞാൻ ഇന്നുവരെ ഒരാളെയും ഇവിടെ വരുന്ന ശാഖാ സെക്രട്ടറിമാർ 132 ശാഖകളുള്ളപ്പോൾ വന്നവനെ അത് കടിച്ചുകൊങ്കര യൂണിയൻ വിഭജിച്ചപ്പോൾ 106 മാറിയപ്പോഴും ഏത് ശാഖാ സെക്രട്ടറിമാരോട് ചോദിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനൊരു നേരത്തെ ആഹാരം കഴിക്കാൻ പോവുകയാണെങ്കിൽ തന്നെയും ഞാൻ അവരോട് നിങ്ങൾ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു അങ്ങനെ പോകുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള എൻ്റെ ഓഫീസിലെ സഹോദരന്മാരെ എല്ലാവരോടും ഞാൻ അവർ ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ പൈസ എൻ്റെ കൊടുക്കും, ഇതില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. ആ രീതിയിലാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത്. കാരണം എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു നാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടിരിക്കാൻ ഒരു അന്നം മുട്ടിയിട്ടില്ല ഇന്നുവരെയും. സാമ്പത്തികമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും മരപ്പട്ടി കയറി ഇറങ്ങണ വീട്ടിൽ രാത്രി കാലങ്ങൾ മരപ്പട്ടിയാണ് കയറി ഇറങ്ങുന്നത്. വീടെന്ന് പറയുന്നത് കമ്പിയെല്ലാം ഒന്ന് ചോർന്നൊലിക്കുന്നൊരു വീട്ടിലാണ് ഇപ്പോഴും കഴിയുന്നു. എന്നെപ്പോലെയുള്ള ആളാണ് ഇദ്ദേഹം വഞ്ചിച്ചത്. എന്നെക്കൊണ്ട് 23 സ്വാശ്രയ ഗ്രൂപ്പുകളുടെ പേരിൽ ഇദ്ദേഹം വായ്പ എടുപ്പിച്ചു. ആ വായ്പ എടുത്തിട്ട് ഞാൻ അന്നും പറഞ്ഞു സാറേ ചതിക്കരുത് കേട്ടോ, ഈ പാവങ്ങളാണ്, അവർക്ക് 10,000 രൂപയൊക്കെ കൊടുത്താണ് കൊണ്ടുവന്ന് അർബൻ ബാങ്കിൻ്റെ സഹായന ബാങ്കിൽ കൊണ്ടുവന്ന് അക്കൗണ്ട് ചേർന്ന് അന്ന് തന്നെ കളക്ഷൻ തിരിച്ചു വാങ്ങിച്ചു. ആ വായ്പ ആയിട്ട് തന്നെ ഇങ്ങോട്ട് വാങ്ങി ആ പണം അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അദ്ദേഹം ആ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്രൂപ്പുകളിലതൊക്കെ കൃത്യമായിട്ടൊക്കെ തിരിച്ചടവ് വന്നിട്ടുണ്ട്, അയാൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സമ്മതിക്കുകയായിരുന്നു. കാരണം എനിക്കറിയാം ഇത് എന്തെങ്കിലും ഒരു പെൻഡിങ് ഇതേ ഇവിടുന്ന് പോകും, വല്ലപ്പോഴും പോയാൽ ഇത് അവസാനം എൻ്റെ മുഖത്ത് ഇത് വരും. കാരണം ഞാനാണല്ലോ ഇവരെല്ലാം വിളിച്ചിരിക്കുന്നത്. ഞാൻ അവരോടും പറഞ്ഞു ആര് തിരക്കിയാലും ഞാനാണ് നിങ്ങളെ കൊണ്ടുവന്ന് പറയണം, കാരണം എനിക്ക് ഈ മനുഷ്യനുണ്ടല്ലോ എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ പണം തിരിച്ചടവ് എന്നപ്പോൾ ഈ സത്രത്തിൻ്റെ സമാപനത്തിന് ബഹുമാനീയനായ വെള്ളാപ്പള്ളി സാറ് വന്നപ്പോൾ അദ്ദേഹം ഈ ചേർത്തല താലൂക്കിലും ചേർത്തല യൂണിയനിലും ശ്രീകണ്ഠേശ്വരത്തെയൊക്കെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ മീറ്റിങ്ങിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പുള്ളി ഒരു കാര്യം പറഞ്ഞു, പണിക്കൻ്റെ പണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അത് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലായി. ഇനി പണി ഇവിടുന്ന് നിർത്തി അങ്ങോട്ട് പോന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. അത് ഈ മനുഷ്യനും മനസ്സിലായി. ഇദ്ദേഹം ആ വേദിയിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നു ഇങ്ങോട്ട്. വെള്ളാപ്പള്ളി സാറ് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹം വണ്ടിയെടുത്ത് അപ്പോഴേ അവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം വന്നിച്ച് എന്നോട് പറഞ്ഞു സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞതെല്ലാം കേട്ടാ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അദ്ദേഹം ഒരുപാട് സംസാരിച്ചതൊക്കെ ഞങ്ങളോട് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അതിവിടെ നിർത്തി ഇനി തെരഞ്ഞെടുപ്പ് നടത്തിക്കോളാനാണ് ആ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇത്രയും നാളായില്ലേ, തെരഞ്ഞെടുപ്പ് നടത്തുന്നതല്ലേ അത് നല്ലത്, ഒരു ജനകീയ ഭരണസമിതിയുടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു സാറ് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഇടപാടൊക്കെ ഒന്ന് തീർത്തേക്കണം കേട്ടെന്ന് പറഞ്ഞു. അതൊന്നും അറിയണ്ട, ഞാനിവിടെ അല്ലെങ്കിൽ അവിടെയുണ്ട്, ഞാൻ സംസ്ഥാന ഓർഗനൈസറാണ്, ഞാൻ കടിച്ചുളങ്കര യൂണിറ്റ് സെക്രട്ടറിയാണ്, താൻ എന്തായാലും വർത്തമാനം പറയണത്. ഞാൻ ഇവിടെ ഒന്നും ഉണ്ടല്ലോ സാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീ KV സാബിലാൽ സാറ് പ്രസിഡൻ്റായിട്ടുള്ളതും VN ബാബു സാറ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഭരണസമിതിയെ വെക്കുകയും അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട് വന്നത് വൈപ്പ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്യാംദാസ് സാറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഇവർ തമ്മിൽ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾ ഈ സെക്രട്ടറിയുടെ മുറിയിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ തൊട്ടടുത്ത സീറ്റാണ് എൻ്റെ പുറത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് ബാങ്ക് നടത്തുന്ന ആളാണ്. അപ്പോൾ ബിസിനസ്സിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികത്തിന് എങ്ങനെയാണ് പണത്തിന് പലിശ കൂട്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം കടലിൽ പോകുന്നവർക്ക് എറണാകുളം മാർക്കറ്റിൽ കാശ് കൊടുക്കുന്ന കാര്യമൊക്കെ അദ്ദേഹം ഇവിടെ പറയാറുണ്ട്. അത് അങ്ങനെ ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം ചെയർമാനായി വന്നിരിക്കുന്ന അദ്ദേഹം വൈപ്പ് സെക്രട്ടറിയാണ്. കണയന്നൂർ SNDP യൂണിയൻ്റെ അദ്ദേഹം അതിൻ്റെ കൺവീനറായിട്ട് ചെയർമാനായിട്ടും അവിടെ വന്ന ആ ഭരണസമിതി നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിടുകയോ കാലാവധി കഴിഞ്ഞപ്പോൾ വരികയുണ്ടായി. അവിടെ കുറേ നാൾ ഇരുന്നതിന് ശേഷം അതിൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഈ KK മേശൻ സാറിനെയാണ് വെച്ചത്. അതിൻ്റെ ചുമതലക്കാരനായിട്ട് എന്നെയും കൂടെ കൊണ്ടുപോയി ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിലൊക്കെ മുമ്പിരുന്ന V പൊന്ന സാറിനെ പോലെയുള്ള അവരുടെ കൂടെ ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ എന്നാലും
അറിയാവുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോയി നോമിനേഷൻ സ്വീകരിക്കുകയും അതിൻ്റെ പിൻവലിക്കുന്ന ഡേറ്റിന് മുമ്പ് തന്നെ ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ആ കേസ് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവിടെ നിന്ന് പോകുന്നത്. ഞാൻ അവിടെ വെച്ചും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ ആളുകളുടെ സംസാരത്തിൽ നമ്മളാരും ഇടപെടണ്ടല്ലോ എന്നാണ് എന്നെപ്പോലുള്ളവർ ശ്രദ്ധിച്ചത്. പക്ഷേ ഇതെല്ലാം ഞാൻ കൊണ്ട് വരുന്നത് ഇവിടെ വന്ന് ഇത്രയും ഏതാണ്ട് 1,19,00,000 രൂപയാണ് ഇവിടുന്ന് വായ്പയായിട്ട് കൊണ്ടുപോയത് അന്നത്തെ. കാരണം എനിക്കറിയാം ആ കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ കുറച്ച് പണങ്ങളെല്ലാം തിരിച്ച് കൃത്യമായിട്ട് കൊണ്ട് ഇദ്ദേഹം തന്നിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ പെൻഡിങ് വന്ന എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇതേ ഇരിക്കുമ്പോൾ ചേർത്തല SNDP യൂണിയൻ്റെ കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടാണ് ഓഡിറ്റ് ചെയ്തത്. ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ എന്താണെന്നതിനെക്കുറിച്ച് ഓഡിറ്റർമാരെല്ലാവരും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് കൃത്യമായി പണം തിരിച്ചടക്കാത്ത ഗ്രൂപ്പുകൾ ഏതാണെന്നുള്ളതിനെക്കുറിച്ച് പേരും ശാഖ നമ്പർ ഉൾപ്പെടെ കൊടുക്കും. ഇദ്ദേഹം ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതിന് കാര്യം എന്താണ്? അദ്ദേഹത്തിന് അറിയാം ഈ കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണെന്നാൽ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുകയും അതും കൂടെ അടിച്ചാണ് ശരിക്കും ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആ ന്യൂനതകൾ എന്താണെന്നുള്ളത് അതുകൂടെ അടിച്ചാണ് കൊടുക്കേണ്ടത്. അതൊന്നും അദ്ദേഹം കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുമെന്നുള്ളത്. ഇതിന് ശേഷം അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്തു. ചേർത്തല SNDP യൂണിയൻ്റെ വാടക കെട്ടിടത്തിൻ്റെ 2 മുറികൾ അതൊരു സിഗരറ്റ് കമ്പനിക്കാരാണ് എടുത്തിരുന്നത്. അവർക്ക് നോട്ടീസ് കൊടുത്ത് വനിതാ സംഘത്തിന് ബിസിനസ് നടത്താനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം മേടിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു സാറേ ഇവിടെ വനിതാ സംഘത്തിന് എന്തുവാണ് തുടങ്ങാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു അതെല്ലാം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റിയല്ലോ. എന്താണെന്നറിയാം, ഇതെല്ലാം അവിടെ മേസ്തിരിമാർ വെച്ച് രാവും പകലും പണിയാണ്. 2 മുറി ഒന്നാക്കി. പിന്നീടാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹമാണ് അവിടെ ബേക്കറി നടത്താൻ പോകണം. അനന്തരക്കാരൻ്റെ പേരിലാണെങ്കിലും സമ്പത്ത് മുഴുവൻ ഇദ്ദേഹം മുടക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ലക്ഷങ്ങളാണ് ആ മുറി ആ രീതിയിലാക്കാൻ വേണ്ടി മുടക്കിയിരിക്കുന്നത്. അവിടെ 1 കോടി രൂപയിൽ മേലെങ്കിലും മുടക്കിയിട്ടുണ്ട് ആ ബേക്കറി അന്ന് തുടങ്ങാനായിട്ട്. അന്ന് വരുന്നവർക്കൊക്കെ ഒരു വലിയ കൊട്ടയ്ക്കകത്ത് ഒരുപാട് തരം പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000, 4,000, 5,000 രൂപയൊക്കെ വിലയുള്ള ഓരോ കിറ്റുകളാണ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടിരുന്നത്. ഇത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് അതിനുള്ള വരുമാന സോഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എടുക്കാം. പക്ഷേ എന്നെപ്പോലെയുള്ള ആളുകളെ അദ്ദേഹം ചതിച്ചതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും TV-യിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലുള്ളവന് ഇത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഞാനൊരു ശ്രീനാരായണ ഭക്തനല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയോ തുഷാർ സാറോ, ഞാൻ പറഞ്ഞില്ലേ ചാർജ് എടുക്കുമ്പോൾ വന്നത് കൂടാതെ ഈ സത്രത്തിനാണ് ജനറൽ സെക്രട്ടറി അവിടെ വരുന്നത്. ആ തുഷാർ സാറ് ചാർജ് എടുക്കുമ്പോൾ വന്നു. പിന്നെ അന്നത്തെ സമാപന സമ്മേളനത്തിനാണ് തുഷാർ സാർ വരുന്നത്. എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് തന്നെയാണ്. നിങ്ങളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ സ്വാശ്ര ഗ്രൂപ്പുള്ള ചെക്കുകളൊക്കെ ഒറിജിനലായിട്ടുള്ള ഗ്രൂപ്പുകളോടൊപ്പം തന്നെയാണ് ഇതും കൂടെ ചേർത്തുകൊണ്ട് പുള്ളി ചെക്ക് തന്നു വിടുന്നത്. അത് തുഷാർ സാർ എവിടെയാണെന്നുള്ളത് പുള്ളിക്കറിയാം. പുള്ളി വിളിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് തിരക്കുള്ള പരിപാടികൾ നടക്കുന്ന സ്ഥലത്താണ് പലപ്പോഴും എന്നെ വിട്ടിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ കാത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കണ്ട് എവിടെ ചെന്ന് കഴിയുമ്പോൾ മഹേഷ് സാറ് എന്നെ വിളിച്ചിരുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ ഇതാണ് ഇത്രയും ഗ്രൂപ്പുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല. കാരണം ഈ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ചെക്കെല്ലാം ഒപ്പിട്ട് ഇങ്ങോട്ട് തരുന്നു. അതിവിടെ കൊണ്ടുവന്നാണ് യഥാർത്ഥ ഗ്രൂപ്പുകളുടെ കൊടുക്കും. ഈ വ്യാജ ഗ്രൂപ്പുകൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ ചെക്ക് അന്ന് തന്നെ മാറി ആ പണം ഇദ്ദേഹം അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയെങ്കിലും വന്ന് ഈ പണം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത് വേണ്ടി കൺവീനൻ്റായ ജോയിൻ കൺവീനർ നിൽക്കുന്നവർക്ക് 2,000 2,500 രൂപയൊക്കെ കൊടുക്കാൻ പറയും. അത് ഇതിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തിട്ട് ബാക്കി കൃത്യമായിട്ട് എഴുതി കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ ഭരണസമിതി വന്നു. കഴിഞ്ഞപ്പോൾ ഈ കുടിശ്ശികക്കാർക്കെല്ലാം നോട്ടീസ് പോയി. ഇദ്ദേഹം സാധാരണ രീതിയിലാണ് യൂണിയൻ ഓഫീസിൽ വരുന്ന ആളായിരുന്നു. ഇപ്പോൾ യൂണിയൻ്റെ ചുമതല പോയതിന് ശേഷം രാത്രി 9:30 മണി കഴിയുമ്പോഴാണ് ഇയാളുടെ ബേക്കറി വരുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ രാത്രി അറിയാലോ 5 മണിക്ക് ഓഫീസ് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ പലപ്പോഴും പുള്ളി ഫോൺ എടുക്കുകയില്ല. അത് കഴിയുമ്പോൾ പുള്ളി പറയും ഞാൻ ഒരു 9 മണിയാകുമ്പോൾ വരുന്നു. ഒരു ദിവസം വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇവിടെ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം നോട്ടീസ് പോയിരിക്കുകയാണ്. തിരിച്ചറിവ് വരാത്ത എല്ലാ ഗ്രൂപ്പുകൾക്കും നോട്ടീസ്. അവരെല്ലാം തിരക്കി ചെല്ലുമ്പോൾ ഞാനാണ് ഇവരെയെല്ലാം വിളിച്ച് സാറിന് കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പണം അവരറിയോ ഇത് വിഷയമാണ് സാറേ എന്ന് പറയും. അല്ല താനൊന്നും കൊണ്ടും പേടിക്കണം, ഞാനത് ഇപ്പം ഇരിക്കുന്ന ഭരണസമിതിയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഭരണസമിതിയൊന്നും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരല്ലായിരുന്നു. അവരെല്ലാം നേരെ പോകുന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ നോട്ടീസ് പോയി, പലരെയും വീടുകളിൽ തിരക്കിപ്പോയി.
എന്നെ തിരക്കി എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് വിളിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി കൊണ്ട് നിർത്തിയവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആഫീസിൽ പോലും വരാൻ മേലാത്ത ഇതായി. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഞാൻ കയറി തൂങ്ങിയതാണ്. പക്ഷേ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മകൻ ആ സമയത്ത് ഓടി വന്നുകൊണ്ട് കണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ പോലും ഞാൻ ഉണ്ടായിരിക്കില്ല. എങ്കിലും അയാൾ രക്ഷപ്പെട്ടു പോയേനെ. ജനങ്ങളുടെ മുമ്പാകെ ഇത് പറയാൻ ആരും ഉണ്ടായിരിക്കില്ലായിരുന്നു. ഞാനും കൂടെ മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇതിന് ശേഷം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം തന്നെ തമ്മിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് വന്നില്ല. ഞാൻ ഇദ്ദേഹത്തിന് കായിക്കര എന്ന മുഹമ്മ അടുത്തുള്ള കായിക്കര അമ്പലത്തിൻ്റെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. ഞാൻ അവിടെ ഒരു കമ്മിറ്റി കൂടിയെന്ന് പറഞ്ഞു. ഞാൻ എക്സ്റേ കവല കിടക്കുന്ന കണ്ടുപരിചയമുള്ളൊരു സുഹൃത്താണ്. അദ്ദേഹം അറിയാമല്ലോ, ഒരുപാട് ഓട്ടം യൂണിയനൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല, നാളെ ഞാൻ എങ്ങനെയെങ്കിലും ആഫീസിൽ വരുമ്പോൾ ഞാൻ തന്നോളാം, എന്നെ ഒന്ന് ഈ കായികര അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്നെ തിരിച്ചുകൊണ്ട് വീട്ടിൽ വിടും. കാരണം രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് പോക്ക് തുറവൂർക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർഫാസ്റ്റും ഫാസ്റ്റും ഒക്കെ കയറി പോകാൻ പറ്റുള്ളൂ, പിന്നെ നടക്കണം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി വിപ്പരെ മാറ്റിയിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അമ്പലം അടച്ച് വരികയാണ് അദ്ദേഹം. അന്ന് എനിക്ക് വന്നത് അവിടുത്തെ ശിവായി ആരാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ മഹേഷ് സാറുണ്ടാകും. ഇതപ്പുറം ഇന്നും ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ കമ്മിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ എന്നോട് പറഞ്ഞു കമ്മിറ്റിയാന്ന് പറയും. എന്തോ ആയിക്കോട്ടെ, നമ്മളത് പറഞ്ഞു. ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട്, സുരേന്ദ്രൻ എന്താ ഇവിടെ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കിനി ആഫീസിൽ ഇരിക്കാൻ പറ്റിയില്ല. കാരണം എന്നെ നിർത്തിക്കൊണ്ട് സാറ് എടുത്തിരിക്കുന്ന വായ്പകൾ കടച്ചൂളങ്ങര യൂണിയനിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എടുത്തിരിക്കുന്ന വായ്പകൾ കുറച്ചൊക്കെ തിരിച്ചടച്ചിട്ടുണ്ട്. ബാക്കി കാശെല്ലാം കഴിയാണ്ട് 1 കോടി ചില്ലറയാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ആ പാർട്ടിക്കൊക്കെ നോട്ടീസ് പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ പണം അടക്കണം സാറേ, ഇല്ല ഞാൻ ജനറൽ സെക്രട്ടറി അടുത്ത് ഞാൻ ചെന്ന് പറയുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. അതോട് പറഞ്ഞതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, പിന്നെ താനൊന്നുകൊണ്ട് പേടിക്കണത്. ഞാൻ പറഞ്ഞു, പേടിയൊക്കെ മാറി സാറേ എന്ന് പറഞ്ഞു. ഇനി പേടിയൊന്നുമില്ലെന്ന് പറഞ്ഞു. സാറ് ഇതിൻ്റെ തുറന്ന് എന്നോട് കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ അന്നാണ് പിന്നെ മര്യാദയ്ക്ക് നിന്നോളൂ എന്നോട് പറഞ്ഞു. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ ഇത് മുഴുവൻ തൻ്റെ തലേ തരുമെന്ന് പറഞ്ഞ്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങേര് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ആളുകൾ വിശ്വസിക്കും. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അതോടുകൂടി ഞാൻ തളർന്നു പോയി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്ന് ഈ ഓട്ടോക്കാരൻ എന്നെ കൊണ്ട്, അപ്പോൾ ചേട്ടൻ എന്താ നിലയം പിടിച്ചു വരണമെന്ന് ചോദിച്ചു. അവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവിടം വരെ എന്നോട് ചോദിച്ചു ഓട്ടോക്കാരൻ, ചേട്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചേട്ടൻ്റെ സാമ്പത്തിക? ഞാൻ പറഞ്ഞു, അതല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെയല്ല, ഇവിടെ ഈ എക്സ്റേ അവരെ കാണുന്ന മുഴുവൻ ഓട്ടോക്കാരും ആ കച്ചവടക്കാർക്കും അവിടെ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ വീട്ടിൽ പോയി ഞാൻ തിരിച്ച് പിന്നെ ഈ ഓഫീസിലോട്ട് വന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ. അത് കഴിഞ്ഞ് ഈ ആഫീസിൽ നിന്ന് എനിക്കൊരു നോട്ടീസ് 10-15 പേജുള്ളൊരു നോട്ടീസ് ഈ ക്രമക്കേടുകളെല്ലാം വെച്ചുകൊണ്ട് തന്നു. ഞാൻ 2ാം കക്ഷിയായിട്ടും 1ാം കക്ഷി കെ മഹേശനുമായിട്ടാണ് ഇത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ ഒരു ഇദ്ദേഹം ഫോൺ ചെയ്തു. അത് കോവിഡ് കാലമാണ്. എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ്, സുരേന്ദ്ര ഇത് കിട്ടിയാന്ന് ചോദിച്ചു. ഞാൻ അവിടെ കിട്ടിയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. എനിക്കൊരു ഒറ്റ മാർഗ്ഗമില്ല സാറേ എന്ന് പറഞ്ഞ്. ഞാൻ ഒരു ഗതിയും പരഗതിയില്ലാത്ത ആളാണ്. ഞാൻ എന്തിനാണ് എന്നെപ്പോലുള്ള ഒരാൾ നിങ്ങൾ ചതിച്ചത്? ഞാൻ നിങ്ങൾക്ക് വല്ലത്, ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാവും പകലും പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ 1 രൂപ ഞാൻ കൂടുതൽ നിങ്ങളോട് മേടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിന് എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് അതല്ല, ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു വെച്ചു. പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം എന്നെ കടച്ചൂളങ്ങര SNDP യൂണിയനിലെ ബോർഡ് മെമ്പറായിരുന്ന പുരുഷോത്തം സാർ വിളിക്കുക, സുരേന്ദ്ര പിന്നെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമുക്കൊരു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു. മറുപടി കൊടുക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ചേർത്തല യൂണിയനിലെ എന്നെപ്പോലുള്ളവർ പല പ്രവർത്തനങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കഥാരൂപത്തിൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു അവധി മേടിക്കണം, ഒരു വർഷത്തെ കാലാവധിക്ക് ഒരു അവധി മേടിക്കണം. അതുകൊണ്ട് സുരേന്ദ്രൻ ഇവിടെ ഒന്ന് കണിച്ചോളൊക്കെ. ഞാൻ പറഞ്ഞു, സൈക്കിൾ മാത്രമേ, എൻ്റെ മകൻ്റെ സൈക്കിൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല, ഞാനവിടെ ആളെ വിട്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ അനീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ കണിച്ചുളങ്കരയുള്ള അങ്ങനെ എനിക്കറിയാം. പുള്ളി കണിച്ചുള്ള യൂണിയൻ മൈക്രോയുടെയൊക്കെ ചുമതലക്കാരായിട്ട് നടന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ കയറി പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്നെ വിളിച്ചു. അവിടെ പറഞ്ഞ്, അവിടെ എൻ്റെ ചേട്ടനും എൻ്റെ അനന്തരവനും അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പ് വെച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നമായിരിക്കുകയാണ് ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോഴും സഹായം എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അന്നേരം അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. സുരേന്ദ്രനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് 1 വർഷത്തിനുള്ളിൽ തിരിച്ചോളാം, ഞാനതെല്ലാം കൈകാര്യം ചെയ്ത് അടച്ചോളാം എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അതുപോലെ തന്നെ അവിടെ ചെന്ന് അവരോടും പറഞ്ഞു. അവരും അത് വിശ്വസിച്ച് ഞാൻ തന്നെ എടുത്തെന്നുള്ളത്. അത് വെച്ചുകൊണ്ട് എൻ്റെ കൈപ്പടയിൽ അവിടെ ഇരുന്ന്
എഴുതിപ്പിച്ചിട്ട് ഞാൻ അറിയാലോ നിറ കണ്ണുകളോടെയാണ് ഞാനിതെല്ലാം എഴുതുന്നത്. ഓർത്തോളം അന്നൊരു വക്കീൽ സാറോടെ ഇരിപ്പുണ്ടായിരുന്നു. അത് എഴുതി കഴിഞ്ഞിട്ട് ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചേർത്തല യൂണിയനോട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എന്നെ തിരിച്ചുകൊണ്ട് അതുപോലെ തന്നെ കാറിൽ കൊണ്ട് എന്നെ വിടുകയും ചെയ്തു. അവർ തന്നെ തുറവൂർ പോസ്റ്റ് ഓഫീസിൽ അത് പോസ്റ്റ് ചെയ്തു. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ മറുപടി കൊടുത്തു ഞാൻ തന്നെ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. പ്രിയമുള്ള അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഈ ശ്രീകണ്ഠേശ്വരത്ത് കോടികളാണ് അവിടുത്തെ നിയമനത്തിൽ മേടിച്ചിരിക്കുന്നത്. അവിടെ പിന്നീടാണ് ഇതെല്ലാം അറിഞ്ഞത്. ഇത് ചേർത്തല SNDP യൂണിയൻ്റെ വാർഷിക ഉദ്യോഗം നടക്കുമ്പോൾ അവിടെ ചേർത്തല യൂണിയൻ്റെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ അറിയാലോ. പെട്ടെന്നാണ് 1-2 ആഴ്ചകൾ കൊണ്ട് ഇത് ഓഡിറ്റ് ചെയ്ത് പെട്ടെന്ന് കണക്ക് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സത്രത്തിൻ്റെ കണക്ക് വരെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് 3000 രൂപ മിച്ചമുള്ളെന്ന് എല്ലാവരും അറിയുന്നത്. കാണി മാത്രമുണ്ട്, ലക്ഷങ്ങളുടെ കാണികളുണ്ടായിരുന്നു. അതിൻ്റെ കണക്കുകൾ പോലും അതിനകത്ത് ഇല്ല. ഇത് കഴിഞ്ഞ് അവിടെ ആ യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശംസാ പ്രസംഗനായിട്ടാണോ എന്ന് എനിക്കറിയില്ല, നോട്ടീസിൽ പേരില്ലാത്തതാണ് ശ്രീ PS രാജീവ്. ആ ഭരണസമിതിയിൽ പുതിയതായി വെച്ചതിനകത്ത് പഞ്ചായത്ത് കമ്മിറ്റി അംഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നത്. അദ്ദേഹം സെക്രട്ടറി ആക്കിക്കോളാമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിനുശേഷം പലരെയും സെക്രട്ടറി ആക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഓർത്തോളം അങ്ങനെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഇതിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനും പഞ്ചായത്ത് കമ്മിറ്റി എന്ന് അറിയില്ല എങ്കിലും ഇതൊരു കുറഞ്ഞ സ്ഥാനമാണെന്നുള്ളത് ഒരു തഹസിൽദാരായ ഇരിക്കുന്ന റിട്ടയർഡായ അദ്ദേഹം മനസ്സിലാക്കി കാണും. എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം അന്നത്തെ ബഹുമാന്യനായ അധ്യക്ഷനായിട്ടുള്ള SNDP യോഗത്തിൻ്റെ കൗൺസിലറായ ശ്രീ PT മൻമോഹൻ സാറിനോട് പറഞ്ഞു എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ അവസരം വേണമെന്നുള്ളത്. ശരിക്കും അധ്യക്ഷൻ KK മഹേശൻ സാറിനോട് തന്നെ ചോദിച്ചു. ഇദ്ദേഹത്തിന് 2 വാക്കും കൊടുത്തോളാൻ പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു. സംസാരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ കണക്ക് ഇതിനകത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ചോദ്യം ഇവിടെ ചോദിക്കാൻ പറ്റുന്നതല്ല. അതിന് കാരണം SNDP യൂണിയൻ്റെ കീഴിലുള്ള ഒരു ശാഖയുടെ കീഴിലാണ് അത്. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യം 100% ശരിയായിരുന്നു അവിടെ. കാരണം കോടികൾ അവിടുന്ന് പല അധ്യാപക നിയമനങ്ങൾക്കും മറ്റ് നിയമനങ്ങൾക്കുമായിട്ട് മേടിച്ചിട്ടുണ്ട്. അതിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് ഇദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് കയറി ചെയ്യാൻ പറഞ്ഞു അതിവിടെ ചോദിക്കേണ്ട ചോദ്യമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇരുന്ന ശാഖകൾ സെക്രട്ടറിമാരും ആ പ്രതിനിധികളും അവർ പറഞ്ഞു ഇവിടെ അല്ലെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് മുഴുവിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് കോടികളുടെ കണക്കുകൾ ഓരോരുത്തരും മേടിച്ചതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ അദ്ദേഹം ഇവിടെ പറയുകയാണ്. അദ്ദേഹം അതിനു മുമ്പ് തന്നെ അത് ശേഖരിച്ചിട്ടുണ്ടാകാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ശരിക്കും എൻ്റെയൊക്കെ കണക്കൂട്ടലേ ഇതിന് ആത്മഹത്യ ചെയ്യാൻ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സിൽ കാണുന്നത്. കാരണം ഈ PS രാജീവ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിവരാവകാശം കൊടുക്കുന്ന ആളാണ്. എന്ത് കാര്യത്തിനും വിവരാവകാശം കൊടുക്കും, അതിൻ്റെ പുറകെ നിന്ന് പോവുകയല്ല അദ്ദേഹം. പക്ഷെ പിന്നീട് ഇതെല്ലാം ചോദിച്ച് നിലയം പിടിച്ച് പോയി ഇവിടെ KK മഹേശനെതിരായിട്ട് ഇത്രയും വലിയ അഴിമതിയെല്ലാം പറഞ്ഞ ഈ PS രാജീവ് പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ കൂടിയെന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇത്രയേറെ ചേർത്തലയിലെ 1,19,00,000 ആണെന്ന് എൻ്റെ മനസ്സിൽ കാണുന്നത്. കണക്കുകൾ എത്രയെന്നുള്ള ബഹുമാന്യരായി ഇപ്പോൾ ഇരിക്കുന്ന യൂണിയൻ്റെ ഭരണസമിതിക്ക് അറിയാം. അന്വേഷിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഇതിന് ശേഷം കണിച്ചൂടകരയിൽ നിന്നെടുത്തുന്ന അവിടുത്തെ യൂണിയൻകാർ പറയുന്നു ഇവിടുത്തെ ശ്രീകണ്ഠേശ്വരത്തെ നിയമനം അത് ചേർത്തലക്കാർക്ക് എല്ലാവർക്കും അറിയാം കൊണ്ടേ കൊടുത്തിരിക്കുന്ന കാശ് എത്രയാണെന്നുള്ളത്. ഈ യൂണിയൻ ഓഫീസിൽ വെച്ച് മേടിച്ചത് യൂണിയൻ ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു അറ്റൻഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വൈക്കത്തുകാരോട് കാശ് മേടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എത്രയാണെന്ന് നമ്മൾ തുക എത്രയാണെന്ന് എനിക്കറിയില്ല. ഓഫീസിലിരുന്നാണ് ആ കാശെല്ലാം അട്ടി മേടിച്ചത്, അദ്ദേഹം മേടിച്ചു. ഇതെല്ലാം വണ്ടി കയറ്റി കൊണ്ട് പോവുകയും ചെയ്തത്. ഇതെല്ലാം ഇത്രയും അഴിമതി കാണിച്ച ഒരാളെ വെള്ളപൂശാനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറച്ച് വാർത്താമാധ്യമങ്ങളും ചാനലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയാനായിട്ട് എന്നെപ്പോലുള്ള ഒരാൾ മുതിർന്നത്. അതിന് കാര്യം ഞാൻ ഇപ്പോഴും അറിയല്ലോ കമ്പി തെളിഞ്ഞു നിൽക്കുന്നൊരു വീട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഇതിൽ ഞാനൊരു ബലൂൺ കച്ചവടക്കാരുടെ കൂടെ ഉത്സവപ്പറമ്പിൽ പോകുന്ന ഒരു ഇത്തരമായിട്ട് മാറിയിരിക്കുന്നു. ഒരു നിവൃത്തിയില്ല. എനിക്ക് ഒരു അപകടമൊക്കെ ഉണ്ടായതിനു ശേഷം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് വർത്താൻ ഇത് പറയാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നു പോയതാണ്. ഇത്രയും അഴിമതി കാണിച്ചിട്ടുള്ള ഈ ഒരാളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് KK മഹേശൻ്റെ ഭാര്യ ഒരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അദ്ദേഹത്തെ തല്ലിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ചുട്ടി ഇത്രയും നികൃഷ്ടമായ രീതിയിൽ പറയാവോ? ഇവരുടെ വരുമാനം എന്താണ്? അതിനുശേഷം അവരുണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കൾ ഇവിടെ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കറിയാം. ഈ സ്രോതസ്സുകൾ മകന്
ഫ്ലാറ്റ് മേടിച്ചെന്നൊക്കെ പറയുന്നു. എല്ലാം ഒന്ന് എത്ര കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയില്ല. പക്ഷേ എന്ന് ഞാൻ പറയും, അവിടെ സഹോദരന്മാരുടെ മകളുടെ വിവാഹം നടത്തിയതും ചേട്ടൻ്റെ പേരെ വെച്ച് കൊടുത്ത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇത് ഇവിടെ പിന്നെ ഒരു കണിച്ചൂരങ്കൽ ഉത്സവം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിക്ക് മുടക്കുന്ന കാശ് ഇതൊന്നും വേണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം, ഈ കേരളത്തിൽ ഇങ്ങനൊരു കല്യാണം നടന്നിട്ടുണ്ടോ? ഇവിടുന്ന് പോയ ബസ്സിനകത്ത് 2-3 പേര്, ഞാൻ പോകുമ്പോൾ ഈ കായക്കരയിൽ വെളിച്ചപ്പാടും വേറെ 1-2 പേര് ആ ഒരു ബസ്സിനകത്ത്. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, സാറേ ഈ ബസ് കാലിയാണ്, വേറെ ഏതെങ്കിലും ബസ്സിനകത്ത് ഞങ്ങൾ കയറി പോകുന്നത്, താനെന്തിനാ അത്തരം കാര്യം തിരക്കണമെന്ന് എന്നോട് ചോദിച്ചത്. പെരുമ്പാവൂർക്ക് പോയതാണ് ആ മകൻ്റെ കല്യാണം. കോടികളാണ് അതിനകത്ത് മുടക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെല്ലാവരും ഒരേ വേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ സ്വന്തക്കാരാണെന്ന് മനസ്സിലായി. ഞാൻ പറയാം, അതൊക്കെ ഇനി അവർ സ്വന്തമായിട്ട് കാശ് മുടക്കുകയോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത്തരം പണങ്ങൾ, ഇതിനൊക്കെ വേണ്ടി മുടക്കാനുള്ള പണങ്ങൾ എവിടുന്ന് കിട്ടി? ഇദ്ദേഹത്തിന് ഞാൻ ഒരു യൂണിയൻ സെക്രട്ടറിക്ക് എൻ്റെ അറിവനുസരിച്ച് 15,000 രൂപയാണ് അലവൻസ് കിട്ടുന്നത്. ചേർത്തല യൂണിയനിൽ അലവൻസ് ഇല്ല, അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട്. പക്ഷേ അവിടെ മറ്റു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ചിലവെഴുതി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടുന്ന് എന്നെ പോലെയുള്ളവരെയൊക്കെ ദുരിതത്തിലാക്കി ഞാൻ 5 കേസുണ്ട് പ്രിയമുള്ളവരെ. ഇങ്ങനെ എന്നെ കൊണ്ട് ചതിച്ചുകൊണ്ട് ഞാൻ കോടതി വരാൻ കഴിയും. 1 രൂപ പോലും വണ്ടിക്കൂലി പോലും കൊടുക്കാത്ത പലപ്പോഴും വന്ന് വക്കീലിൻ്റെ മുഖത്ത് നോക്കി തൊഴുതിട്ട് പോകുന്ന ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ആ രീതിയിലുള്ള എന്നെ പോലുള്ള ആൾ ചതിച്ചിട്ട് ഇങ്ങനെ ഇയാളുടെ കുടുംബത്തിന് പോലും ഗതി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഒരുപാട് പുറത്തിറങ്ങാത്ത ആളാണ്. വല്ലപ്പോഴും കൂടി ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ വല്ല അയാൾ വിളിച്ചെങ്കിൽ മാത്രം പോകുന്നു. വീട്ടിൽ തന്നെ ഒത്തിരി എൻ്റെ മക്കളുടെ ചിലവിലാണ് കഴിയുന്നത്. അവർ അറിയാമല്ലോ, എൻ്റെ മകനും എനിക്കൊരു മകനും മകളും മാത്രമേ ഉള്ളൂ. അവരൊക്കെ ചെറിയ രീതിയിൽ ജോലിയാണ്, സർക്കാർ ജോലിയൊന്നുമല്ല. അവരുടെ വരുമാനത്തിൽ എൻ്റെ ഭാര്യ തൊഴിലുറപ്പിനാണ് പോകുന്നത്. അച്ഛനും അമ്മയും മരിച്ചു പോയതുകൊണ്ട് ആ ഭാര്യയുടെ അവിടെ ആ വീട്ടിൽ ഒരഭയമായിട്ട് ഇങ്ങനെ കഴിയുന്നതാണ്. ഒരു സെൻറ്റ് സ്ഥലം പോലും എൻ്റെ കയ്യിലില്ല. 1 രൂപ ഈ കേസുമായിട്ട് അന്വേഷിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെ വിളിച്ചിട്ടുണ്ട് അവിടെയെല്ലാം ഞാൻ അവിടെ ചെല്ലുകയും മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവർക്കറിയാം. എൻ്റെ പേരിൽ 1 രൂപ പോലും ബാങ്ക് ഉള്ള അക്കൗണ്ട് അവിടെ ചിലപ്പോൾ 100 രൂപ അന്ന് ചേർന്നതല്ലാതെ കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലായിരുന്നു. ഇത് ഞാൻ അല്ലാതെ ഒരു നയാ പൈസ പോലും എൻ്റെ കയ്യിലില്ലാത്ത ഞാൻ ഒരു രൂപയോ ഇന്നുവരെയും ഒരാളെയും വഞ്ചിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ നാരായണ ഗുരുദേവനെ വിശ്വസിച്ച് ജീവിക്കുന്നൊരു ആളാണ് ഞാൻ. ഇതിനിടയിൽ പല പ്രലോഭനങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണിയും എനിക്ക് നേരിടുന്നുണ്ട്. കാരണം എന്നെ കൊന്നുകളയുന്നവരെ രീതിയിൽ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം പോയാലും ശരി ഞാൻ ശ്രീനാരായണ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ വരുന്നില്ല. ഇതിനിടയിൽ കൊല്ലത്തുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അറിയില്ല. ഒരു വക്കീൽ അദ്ദേഹത്തിനോടൊപ്പം 2-3 പേരും ഉണ്ടായിരുന്നു. എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, വെള്ളാപ്പള്ളിക്കെതിരായി ഈ കേസ് തുഷാർജിക്ക് എതിരായി ഞങ്ങളുടെ കൂടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും തന്നോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നതുവരെയും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കും. കാരണം 100% ശരി എന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ജീവിച്ചു വന്നതും അങ്ങനെ തന്നെ. എൻ്റെ അച്ഛൻ ചെത്തുകാരനാണ്. ആ അച്ഛൻ താഴെ കിടക്കുന്ന അടിച്ച് മുകളിൽ കൊണ്ട് ഊറ്റി കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ ആരെയും വഞ്ചിച്ചിട്ടില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് എനിക്ക് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അനന്തരവരും ബന്ധുക്കളുമൊക്കെ തന്നെ ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതികളാണ്, ഗുണ്ടകളുമാണ് അവരെല്ലാം. ഒരു പക്ഷേ എന്നെ അവർ അപായപ്പെടുത്തും. അങ്ങനെ പെടുത്തിയാൽ ഇവരായിരിക്കും കേട്ടോ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്, എൻ്റെ കുടുംബം നശിപ്പിച്ചതെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നെപ്പോലുള്ളവരെന്നും സത്യത്തിനോടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാൻ. ഗുരുദേവ വിശ്വാസിയാണ്. ജീവിച്ച കാലം മുഴുവനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും അന്നും അങ്ങനെ തന്നെയാണ്. ഈ നാടൻ മലയാളി. സത്യസന്ധമായ വാർത്തകൾ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ.